1977 കോതമംഗലം രൂപതയ്ക്ക് രണ്ടാമതൊരു ഇടയനെ ലഭിച്ചപ്പോൾ അഭിനന്ദി മാത്യു പോത്തനമഴി പിതാവ് അദ്ദേഹത്തിന്റെ ഇടയ ലേഖനത്തിൽ പുതിയ ഇടയനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ എഴുതി: സുഹൃതനിധിയും പണ്ഡിതനും സൗമ്യനും ആരോഗ്യവാനുമായൊരു ഇടയനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഭാരതസഭയ്ക്കും കേരള സഭയ്ക്കും നമ്മുടെ രൂപതയ്ക്കുമൊക്കെ അഭിമാനമായിട്ട് നീണ്ട 36 വർഷക്കാലത്തെ ഔദ്യോഗികമായ മേൽപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കുകയും അങ്ങനെ മേൽപ്പെട്ട ശുശ്രൂഷയുടെ സുവർണ്ണ ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന അഭിനന്ദി മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ഇപ്പോൾ നവതിയുടെ നിറവിലുമാണ്. അഭിനന്ദി പിതാവിൻ്റെ ഓർമ്മകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. പിതാവിനെ നമുക്ക് കേൾക്കാം. പിതാവേ, സ്വാഗതം. പിതാവിൻ്റെ ജീവിതം ഒത്തിരിയേറെ മനുഷ്യർക്ക് ഒരു പ്രചോദനവും അതുപോലെ മുമ്പോട്ട് ജീവിക്കാനൊക്കെ ആയിട്ടുള്ള പ്രത്യാശയും പകർന്നു നൽകിയിട്ടുണ്ട്. അതിലൊക്കെ ഉപരി പിതാവിൻ്റെ ഏറ്റവും അടുത്തായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും പിതാവ് എന്നും ഒരു പ്രചോദനവും മാതൃകയുമാണ്. പിതാവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒത്തിരി മറഞ്ഞു പോയി. കാരണം ഒത്തിരി പുറകോട്ട് പോകേണ്ടതായിട്ട് വരും. 90 വർഷത്തോളം പുറകോട്ട് പോകുമ്പോഴെല്ലാം മറിഞ്ഞും പോകുമല്ലോ. അപ്പോൾ ചോദ്യം വളരെ കടുപ്പമാകാൻ ചെറിയ കാര്യങ്ങൾ ഓർത്തിരിക്കാതെ എളുപ്പമല്ല. എങ്കിലും കൃത്യം അറിയാവുന്നത് പറയാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സദയം ഒക്കെ മാപ്പാകണം എന്നേ പറയാനുള്ളത്. പഠിച്ചത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പള്ളിക്കൂടത്തിൽ ആദ്യത്തെ പഠിത്തം LP സ്കൂള് തൊട്ടടുത്ത പള്ളിക്കൂട ഉച്ചയൂണിന് വീട്ടിലൂടെ വരാൻ ദൂരമുള്ളൂ. പിന്നെ രണ്ടാമത് UP സ്കൂള് കുറച്ച് ദൂരം നടക്കണം, 3-4 കിലോമീറ്റർ നടക്കണം. കലൂർ ഒരു 5 കിലോമീറ്റർ നടന്ന് അവിടെ പഠിച്ചിരുന്നത് UP സ്കൂള്. ഹൈസ്കൂള് പഠിച്ച് വാഴക്കുളത്ത് ഒരു 11 കിലോമീറ്റർ നടക്കണം. 11 കിലോമീറ്റർ നടക്കണമെങ്കിലും അവിടെ നടന്നല്ല പഠിച്ചിരുന്നത്. ബന്ധുക്കളുടെ വീട് അവിടെയുള്ളതുകൊണ്ട് അവിടെ താമസിച്ച് ഒരു 3-4 കിലോമീറ്റർ അവിടെ പോയാൽ മതി. അവിടെ താമസിച്ച് സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരുന്നത്. വെള്ളിയാഴ്ച വീട്ടിലോട്ട് പോരും, തിങ്കളാഴ്ച സ്കൂളിലോട്ട് വീണ്ടും പോകും. അങ്ങനെ മറ്റു ദിവസങ്ങളിലെല്ലാം അവിടെ ബന്ധു വീട്ടിൽ താമസിച്ച് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെയായിരുന്നു എൻ്റെ LP UP ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം. പിതാവ് അന്ന് നാഗപ്പുഴയായിരുന്നല്ലോ ഇടവക. അപ്പോൾ തിരുനാളിനെ കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ അന്നത്തെ. നാഗപ്പുഴ ഞങ്ങളുടെ വീട് ഇടവഴി അതിർത്തിയിലായിരുന്നു. തൊട്ട് അടുത്ത വീട് കലൂർ ഇടവഴി അതിർത്തിയിൽ. തൊട്ട് പടിഞ്ഞാറ് വശത്ത് ഉള്ള വീട് കലൂർക്കാട് ഇടവകയില്ല. 3 ഇടവകളിലെയും കൂടി അതിർത്തിയിലായിരുന്നു വീട്. കലൂർക്കാട്, കലൂർ, നാഗപ്പുഴ. അപ്പോൾ സ്കൂളിൽ പോകണമെങ്കിൽ നടക്കണമായത്, പള്ളിയിൽ പോകണമെങ്കിലും ഏതാണ്ട് 4 കിലോമീറ്റർ നടക്കണം. എല്ലാ ഞായറാഴ്ച 4 കിലോമീറ്റർ നടക്കണം. ഞങ്ങൾക്കന്ന് ഈ മിഷൻ ലീഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. സൊഡാലിറ്റി പരിപാടിയുണ്ട്. സൊഡാലിറ്റി ശനിയാഴ്ച സൊഡാലിറ്റിക്ക് പോകണം. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിള്ളേരെല്ലാം സൊഡാലിറ്റി സാറിന് പോകും, ഞാനും പോയിക്കൊണ്ടിരുന്നു. 4 കിലോമീറ്റർ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഞായറാഴ്ചയാണ് വേദപാഠത്തിനൊക്കെ പോകണമെങ്കിൽ 4 കിലോമീറ്റർ നടക്കണം. അങ്ങനെ പള്ളിപ്പുറത്ത് പോയിക്കൊണ്ടിരുന്നത്. അന്ന് പള്ളിയിലെ ഓർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം പെരുന്നാളാണ്. 8 നോയമ്പ് പെരുന്നാൾ. എനിക്ക് ഏറ്റവും പേടിപ്പെടുന്നൊരു പെരുന്നാളായിരുന്നു. കാരണം അത് ഈ പെരുന്നാളിന് തുള്ളൽ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. തുള്ളൽ കുറച്ച് പെണ്ണുങ്ങളെ മുഖ്യമായിട്ട് 10-15 പെണ്ണുങ്ങൾ കാണും. അവരിങ്ങനെ പ്രദക്ഷിണം ഇറങ്ങുമ്പോഴേക്കും പള്ളിയുടെ അനുവാദിക്കും മുടം നിങ്ങളുടെ തുള്ളിക്കൊണ്ട് പോകും. രൂപം കൊണ്ടുവരുമ്പോൾ അതിന് മുമ്പ് കൂടെ തുള്ളിക്കൊണ്ട് അങ്ങേയറ്റം വരെ പോകും. തുള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വരും. ഞാൻ ബിഷപ്പായി കഴിഞ്ഞാൽ ഇതൊരു പ്രാകൃതമായ കഷ്ടമാണ്. നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ഇടവക്കാർ പറഞ്ഞു, അതെ മാതാവിൻ്റെ ശക്തിയാണ്. അപ്പം ഞാൻ അവരോട് കോപിച്ചു, മാതാവിൻ്റെ ശക്തി എങ്ങനെയുള്ള പ്രാകൃത രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്? അത് മാതാവിൻ്റെ ശക്തിയൊന്നും അല്ല. അത് ഇനി നിർത്തിക്കൊള്ളണത്, നിർത്തിയില്ലെങ്കിൽ ഞാൻ കർശനമായ നടപടിയെടുക്കും എന്ന് പറഞ്ഞ് പിന്നെ നിർത്തി. തുള്ളൽ അവസാനിപ്പിച്ചത്. അന്നത്തെ വികാരിച്ചന്മാർ പിതാവിനെ പൗരോഹിത്യത്തിലേക്കുള്ള സ്വാധീനിച്ച മാതൃകകളായിട്ടുള്ള വാഴക്കുളത്ത് സ്കൂളിലായിരുന്നപ്പോഴാണ് അന്ന് മിഷണറിമാർ സ്കൂളിൽ കടന്നു വരുമായിരുന്നു. രാവിലത്തെ ക്ലാസ്സുകൾ കഴിയുമ്പോൾ അവസാന ഭാഗത്ത് കാറ്റഗിസമാണ്. കാറ്റഗിസത്തിന് നേരെ മിഷണറിമാർ അതിലൊക്കെ വരും. അവർ മിഷനെക്കുറിച്ചെല്ലാം പറയും. അന്ന് വന്നിരുന്ന മിഷണറിമാർ ഒരാൾ പറ്റ്നയിൽ നിന്ന് വന്നു, അത് TOR സൊസൈറ്റി പേരച്ഛന. ഒരാൾ ഗുജറാത്തിൽ നിന്ന് വന്നു, അത് ജസ്വിറ്റ് അച്ഛന. വേറൊരാൾ ഒറീസയിൽ നിന്ന് വന്നു, അദ്ദേഹം ഒരു പ്രത്യേക സഭയിൽപ്പെട്ടയാളാണ്, VC വിൻസെൻറ്റിൻ്റെ വകുപ്പിൽപ്പെട്ടതാണ്. അതിന് മാറി അച്ഛന്മാരെയും വന്നുകൊണ്ടിരുന്നു. അവർ വൊക്കേഷനെ കുറിച്ചെല്ലാം പറയും ക്ലാസ്സിൽ വന്ന്. അപ്പം അതിനെയാണ് വൊക്കേഷനെ കുറിച്ച് ചിന്തയുണ്ടായത്.
പിന്നെ വാഴക്കുളത്തൊരു സവിശേഷത ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഊണിന് ശേഷം കുട്ടികൾ ആരും പറയാതെ തന്നെ പള്ളിയിൽ പോയി വിശീത്ത് നടത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതെങ്ങനെ ഒരു പാരമ്പര്യമാണ് അത്. പിന്നെ കുട്ടികൾ ആദ്യ വെള്ളിയാഴ്ച പോയി കുമ്പസാരിക്കുന്ന പരിപാടി ഒരു പാരമ്പര്യമാണ്. ആരും പറഞ്ഞൊന്നുമല്ല, അധ്യാപകർ പറഞ്ഞതല്ല, ഒന്നും പറഞ്ഞൊന്നുമല്ല. അധ്യാപകരായിട്ട് രണ്ടച്ഛന്മാരുണ്ടായിരുന്നത്. ഒന്ന് ഹെഡ് മാസ്റ്റർ, അദ്ദേഹം ക്ലാസ് എടുക്കില്ലായിരുന്നു. മറ്റേതൊരു സയൻസ് പഠിപ്പിച്ചിട്ട് അച്ഛന് രണ്ടച്ഛന്മാരേ ഉള്ളൂ. ബാക്കി മുഴുവൻ അൽമായര. ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. ഒരു നമ്പൂരി സാറുണ്ടായിരുന്നു, പരമേശ്വരൻ നമ്പൂരി. ഒരു കൈമൾ സാറുണ്ടായിരുന്നു, ദാസ് സാറ്. അവരെല്ലാം നല്ല മനുഷ്യരാണ്. പക്ഷെ ഒരിക്കലും പള്ളിയിൽ പോകണമെന്ന് എങ്കിലും പറയില്ലായിരുന്നു. പക്ഷെ ഇതൊരു പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, വിശീത്ത് നടത്തുക, അത് വെള്ളിയാഴ്ച സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ശൈലിയായിട്ട് അങ്ങനെ ശൈലിയായിരുന്നു. സ്കൂളിൽ പതിവായിരുന്നു അത്. അങ്ങനെ കുട്ടികൾ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കും, നീ എന്നാ പഠിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോണത്, ഇത് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു. ഞാൻ അച്ഛൻ വന്ന് പ്രസംഗിച്ചല്ലോ, അതേക്കുറിച്ച് എന്നാ അഭിപ്രായം. ചിലപ്പോൾ പറയും, ഞാൻ അച്ഛൻ്റെ അഭിപ്രായം കേട്ട് നല്ലതാ, എൻ്റെ കൂടെ പോയാലോ. പിന്നെ എങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, അച്ഛനായാലോ എന്നുള്ള ആഗ്രഹം ഉണ്ടായി. പിന്നെ ഞങ്ങളുടെ അവിടെ നിന്നൊരു ബ്രദർ ഉണ്ടായിരുന്നു. ആ ബ്രദർ CST സന്യാസി മുതൽ ബ്രദറാണ്. അങ്ങേരിങ്ങനെ ഒക്കേഷനെ കുറിച്ച് പറയുമായിരുന്നു. ബ്രദറാ അദ്ദേഹം കാണുമ്പോഴെല്ലാം വല്ല പുസ്തകത്തിൽ തരും. പ്രേക്ഷിത ചൈതന്യം, പ്രേക്ഷിത കേരളം, ചെറിയ ചെറിയ മാസികകളും പുസ്തകങ്ങളൊക്കെ തരും. ഈ ഒക്കേഷനെ കുറിച്ച് സൂചിപ്പിച്ച് പറയുമായിരുന്നു. അങ്ങനെയുള്ള സഹകരിച്ചാണെന്നൊന്നുമല്ല, വലിയ ജീവിതത്തെക്കുറിച്ചൊക്കെ അങ്ങേര് കുറച്ചൊരു പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എങ്ങനെയാണ് ബ്രദർ, പിന്നെ കൂട്ടുകാർ, വാഴക്കുള്ള സ്കൂളിലെ പാരമ്പര്യം, അതൊക്കെയാണ് വസതി ഒക്കേഷൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. പഠനത്തിൻ്റെ കാര്യത്തിൽ പിതാവ് വളരെയേറെ മികവ് പുലർത്തിയത്. അതിന് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഷയം പഠനത്തിനൊക്കെ? ഇഷ്ടപ്പെട്ട വിഷയം മാത്തമാറ്റിക്സ് ആയിരുന്നു. മാത്തമാറ്റിക്സിന് ഹൈ മാർക്സ് കിട്ടുമായിരുന്നു, എല്ലാ വിഷയത്തിനും കിട്ടുമായിരുന്നു. മാത്തമാറ്റിക്സിന് ഞാനായിരുന്നു ക്ലാസ്സിൽ എപ്പോഴും, ഹൈസ്കൂളിലെ എല്ലാ ക്ലാസ്സിലും എനിക്കായിരുന്നു സമ്മാനം കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ മാത്തമാറ്റിക്സിന് എനിക്ക് നല്ല മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നതുകൊണ്ട് എൻ്റെ അധ്യാപകൻ പറഞ്ഞ് സെമിനാറിലൊന്നും പോകണ്ട, ഉപരിപഠനത്തിൽ പോയാൽ മതി. എനിക്ക് വലിയ ആഗ്രഹം അച്ഛനാവണമെന്നുള്ള കാര്യം. ഒരു ഹിന്ദു സാർ, നല്ല സാറാണ്. എങ്കിലും എവിടെയായിരുന്നു, എന്നാലും ഇത്രയും ചെറുപ്പത്തിലെ അച്ഛനാവാൻ തീരുമാനിക്കണം, കുറച്ച് കഴിഞ്ഞ് പോരെ. എന്നിട്ട് ഹയർ എഡ്യൂക്കേഷനിൽ പോയിട്ടു ഞാൻ എനിക്ക് അച്ഛനാവണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹം. പിതാവ് ഈ ആഗ്രഹം ആദ്യം വീട്ടിലല്ലേ അറിയിക്കുന്നത്? ഞാൻ വീട്ടിൽ പറഞ്ഞു, ഇത്തിരി കഴിഞ്ഞാൽ പറഞ്ഞത്. പള്ളിയിൽ വികാരിച്ചിൻ്റെ അടുത്ത് ഞാനിങ്ങനെ സൂചിപ്പിക്കാമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അത് പേടിയായിരുന്നു വികാരിച്ചിനോട്, കാരണം അടുപ്പം. എന്നാലും വികാരിച്ചിനോട് ഞാൻ മുഖ്യമോട് സൂചിപ്പിച്ചു. ഞാൻ അതിന് മുമ്പ് കുർബാനയ്ക്ക് കൂടാനായിട്ട് പഠിച്ചു. അപ്പോൾ അമ്മ എനിക്ക് കുർബാനയ്ക്ക് കൂടാനായിട്ട് താല്പര്യമൊന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനെ കുർബാനയ്ക്ക് കൂടിയാതെന്ന് ആലോചിച്ചു. പക്ഷേ അങ്ങനെ കഴിഞ്ഞ് അച്ഛനോട് ചോദിച്ചു, അച്ഛാ കുർബാനയ്ക്ക് കൂടാൻ പുസ്തകം തരാമോ എന്ന് ചോദിച്ചു. ജീവയുടെ പുസ്തകമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കുർബാനയ്ക്ക് കൂടാൻ ചെറിയ പുസ്തകമാണ്, 32 പേജുണ്ട്. നമ്മുടെ സുറിയാനി കുർബാനയാണ്, 32 പേര്, ചെറിയ പുസ്തകം. അച്ഛൻ്റെ ഒരു പുസ്തകമില്ല. ഞാൻ കപ്പിയാരുടെ ചോദിച്ചു, ഇങ്ങനെ കുർബാനയ്ക്ക്. അപ്പോൾ അയാൾ പറഞ്ഞ് ആ പുസ്തകം വാങ്ങിക്കണം, മുഴുവൻ കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞു. പുസ്തകം ഇവിടെ നിന്ന് കിട്ടും. അമ്മയോട് പറഞ്ഞ് അമ്മ ഒരു പുസ്തകം വാങ്ങിച്ചുകൊണ്ട് തന്നു. ഞാനിതിരുന്ന് മുഴുവൻ കാണാതെ പഠിച്ചു. സുറിയാനിയാണ്. തുടങ്ങുമ്പോൾ തന്നെ പുഗ്ദാനുഗോൻ പുഗ്ദാൻ വിശിക ജസ്ബോത്ത് അലാല ഹോറോമേ അമ്മേൻ ഓ അലാ അസ്ലാമ സൗറത്താവലി സുഹർ എന്നാൽ അൽമി അമ്മേൻ. ഏത് ക്ലാസ്സിലായിരിക്കുമ്പോഴത്? അത് എനിക്ക് തോന്നുന്നത് 8ാം ക്ലാസ്സിലായിരിക്കും. അത് മുഴുവൻ അന്ന് പഠിച്ചു. ഔൻ ദസ്മിയാൻ സ്കന്ദസ്മാ തെസെ മൽഗൂസാനേ സേവേന കഴിക്കുന്ന ദസ്മി അബ്ര ഹൗൽ ലഹമാ സുനഖാൻ യമാൻ അശ്വകരൻ ഹബേനോയ് ഹത്തായൻ ഐക്യനാഥൻ ശുഖല്ലതയ്യാവൻ ഉലാതായലൻ നിസ്യോൻ ലാപസൻ വീസ ലീലാഹി മൽഗൂസ ഹൈല ഉസസ്ബോ തലാൽമീനാമേൻ. അത് സ്വർഗസ്നായ പിതാവേ, ആ തീക്ഷ്ണത അത് മുഴുവൻ കാണാതെ പഠിച്ചു. പിന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കാണാതെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് പ്രാണിക്ക് കൂട്ടാവോ? കൂടിക്കൊള്ളാൻ മതി. അതുകൊണ്ട് കപ്പിയാരുടെ കൂടെ പോയി നിൽക്കും, ഇതെല്ലാം ചെല്ലും. അങ്ങനെ പഠിച്ചുകൊണ്ട് പ്രാണി വിടാനുള്ള കാര്യം സ്കൂളിലായിരുന്നപ്പോൾ നാഗപ്പുഴ പോയി പഠിച്ച് ചെല്ലിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഓരോ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് മിഷണറിമാരായിട്ട് വന്ന അച്ഛന്മാരുടെ പ്രസംഗം കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഗുജറാത്തിലെ അച്ഛൻ വന്ന അച്ഛൻ്റെ വാക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അച്ഛൻ്റെ കൂടെ പോയാലും നിങ്ങൾ ആലോചിക്കുക, ഞാനൊരു അപേക്ഷയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്,
അച്ഛനെ റെക്കമെൻഡ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. വികാരിയച്ചനോട്. അപ്പം അച്ഛൻ പറഞ്ഞു നീ അങ്ങോട്ടൊന്നും പോകണ്ട. എന്നാ പിന്നെ എന്നാ കാണിക്കണേ, നീ ഇവിടെ നമ്മുടെ മൈനർ സെമിനാരിയിൽ പോയാൽ മതി. പക്ഷേ താമസിച്ചു പോയി. ഇപ്പം മെയ് മാസമായി. 10ാം ക്ലാസ് പാസ്സായി മെയ് മാസത്തിലാണ് ഈ അപേക്ഷയായിട്ട് അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നത്. എന്നോട് നീ നേരത്തെ പറഞ്ഞില്ല, പറ്റിയില്ല. അച്ഛൻ്റെ പ്രസംഗം കഴിയുമ്പോൾ അച്ഛൻ്റെ കൂടെ പോകാമെന്ന് എനിക്ക് തോന്നി. അച്ഛൻ ഗുജറാത്തിലെ മിഷണറിയാണ്, പോകാൻ തോന്നി. അദ്ദേഹം കാനഡക്കാരനുമാണ്. വികാരിയച്ചനും ഇനിഷ്യേറ്റീവ് എടുത്തു. അച്ഛനിങ്ങനെ പറഞ്ഞ് എറണാകുളത്ത് പോകും സെമിനാരി, എറണാകുളത്ത് സെമിനാരിയുടെ അപേക്ഷ അയക്കാൻ പറഞ്ഞു. ഞാൻ അപേക്ഷ എഴുതി കൊണ്ടുവന്നു. അച്ഛൻ നോക്കിയിട്ട് അതൊന്നൊക്കെ തിരുത്തി എറണാകുളത്തിന് അയച്ചു. എഴുത്ത് കിട്ടി കഴിഞ്ഞ് അവർ വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ ഇൻ്റർവ്യൂ നേരത്തെ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അറിഞ്ഞില്ലായിരുന്നു കൃത്യമൊന്നും സമയം. പള്ളിയിൽ അച്ഛൻ പറഞ്ഞില്ല, അച്ഛൻ പറഞ്ഞില്ലായിരുന്നത്. ഞാൻ ഓക്കെ ഇനി മാർക്ക് കിട്ടി കഴിയുമ്പോൾ വരാൻ പറഞ്ഞു. റിസൾട്ട് അറിയുമ്പോൾ ചെന്നു. അന്നേരം ഡോക്ടർച്ചന് എന്നെ പിതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി, കണ്ടെത്തി പിതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. പിതാവ് നോക്കിയിട്ട് പറഞ്ഞാൽ നിന്നെ പോലുള്ള ഒരു സെമിനാരിൽ വേണ്ടത് പോരെ. അന്ന് റെക്ടറേഷനായിരുന്നു പിതാവ്. അവിടെ തേവറവാടച്ചൻ, ജേക്കബ് തേവറവാടച്ചൻ. എത്ര എത്ര ബാച്ചിൽ ആദ്യമായിട്ട് ചേരുമ്പോൾ എത്ര പേരായിരുന്നു അന്ന്? 16 പേരായിരുന്നു. 16 പേരായിരുന്നു ഒരുമിച്ച് ചേർന്നത്. 16 പേരും ഇല്ല 15 പേര് അച്ഛന്മാരായി. ഒരാൾ ഇടയ്ക്ക് നിർത്തിപ്പോയി. ബാക്കിയല്ല 15 പേര് അച്ഛന്മാരായി. അതിന് സെമിനാരി അന്ന് എറണാകുളം ബിഷപ്സ് ഹൗസിൽ തന്നെ ആയിരുന്നു. അതെ അല്ലേ, അവിടെ തന്നെയായിരുന്നു. അടുത്ത മുകളിൽ തട്ടുമ്പുറത്താണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. കട്ടിലൊന്നും ഇല്ലായിരുന്നു, നേരത്തെ കിടന്നുറങ്ങണമായിരുന്നു. ഒരു ക്ലാസ്സിലെല്ലാവരും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാവരും ഒരു ക്ലാസ്സിലായിരുന്നു ഇരുന്നത്. സ്റ്റഡി നടത്തിക്കൊണ്ടിരുന്ന ക്ലാസ്സാണ്. ക്ലാസ് റൂംസ് വരെ ഉണ്ടായിരുന്നു, അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അന്നിങ്ങനെ ഓരോരുത്തർക്കും ക്ലാസ് ഉണ്ടായിരുന്നു. പഠിപ്പിച്ചുകൊണ്ടിരുന്ന മിക്കവാറും ജേക്കബ് തേവറവാടച്ചനാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മുളകരിക്കലച്ചൻ ഉണ്ടായിരുന്നു, അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ഈ അവിടുത്തെ മരക്കാട്ട് പിതാവ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. പിതാവ് ആയില്ലായിരുന്നു, അതിന് പിതാവാണതിന് മുമ്പ് സത്യദൈവത്തിൻ്റെ എഡിറ്ററായിരുന്നു. അദ്ദേഹം ക്ലാസ് എടുക്കാൻ പറ്റുമായിരുന്നു. മൈൻ സെമിനാരിലെ കാലഘട്ടത്തിലായിരിക്കുമല്ലോ ഒരു പക്ഷേ ടിസ്രംഗ പിതാവ് കേരളം സന്ദർശിക്കുന്നത്. അതെ, മൈനർ സെമിനാരിൽ ഞാനൊക്കെ സെക്കൻഡ് ഇയർ മൈനർ സെമിനാരി ആയിരുന്നപ്പോഴാണ് അദ്ദേഹം കേരളത്തിൽ വരുന്നതും. വലിയ സ്വീകരണമായിരുന്നു. കൊച്ചിയിൽ നിന്ന് എറണാകുളം വരെ കൊടുത്ത് കായലിന് നടുക്കൂടെ ഭയങ്കര ഒത്തിരി ബോട്ടുകളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം കൊച്ചിയിൽ നിന്ന് എറണാകുളത്തിന് വന്നു. എറണാകുളത്ത് നിന്ന് കത്തീഡ്രലിൽ കുർബാന ചൊല്ലി ഓർക്കുന്നുണ്ട്. അത് വളരെ കേരള സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അന്ന് അവിടം തൊട്ട് അദ്ദേഹം കേരളത്തിൽ നിന്ന് തെക്കോട്ട് മാന്നാനത്തേക്ക് പോയി, ചങ്ങനാശ്ശേരി പോയി, ഇവരെ എവിടെയൊക്കെ പോയി, മലബാറിലും പോയി. തലശ്ശേരി വരെ. മലബാറിൽ ചെന്നിട്ടിപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ രൂപത ഉണ്ടാക്കണം. അപ്പോൾ അത് ലത്തീൻ രൂപതയിലായിരുന്നു സുറിയാനി ക്രിസ്ത്യാനികൾ മുഴുവനും ഉണ്ടായിരുന്നത്. ലത്തീൻ രൂപതയിൽ ക്രിസ്ത്യാനികളെക്കാളും കൂടുതൽ സുറിയാനി ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. എങ്കിലും രൂപത ലത്തീൻ രൂപതയാണ്. കർദിനാൾ ടിസ്രംഗ ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇനീഷ്യേറ്റീവിൽ ഇവിടെ രൂപത ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഇനിയാണെങ്കിലും കർദിനാൾ ഇവിടെ വന്നിട്ട് റോമിൽ ചെന്ന ഉടനെ തന്നെ രൂപത സ്ഥാപിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട്. പിന്നീട് പിതാവ് മൈനർ സെമിനാരിലെ ഫോർമേഷന് ശേഷം കാർമൽഗിരിയിലേക്കാണല്ലോ കടന്നു ചെല്ലുന്നത്. അവിടെ ഞാൻ അതിനു മുമ്പ് ഇവിടെ കാൻഡി സെമിനാരിലോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് അപേക്ഷിച്ചായിരുന്നു. ഞാനല്ല, റെക്ടറേഷനെ അപേക്ഷിച്ച് അവിടെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അവിടെ പരീക്ഷ എഴുതി. എനിക്ക് അഡ്മിഷൻ കിട്ടി. ഉടുപ്പൊക്കെ തയ്യാറാക്കി പോകാൻ റെഡിയായ അവസരത്തിൽ കാൻഡി സെമിനാരി പൂനെക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞിട്ട് അവർ അറിയിച്ചു. ഇവിടെ പൂനെക്ക് പോകാൻ പറഞ്ഞു. അവന് കണ്ടെത്തിയ പിതാവ് പറഞ്ഞു പൂനെക്കൊന്നും പോകണ്ട, ഇങ്ങോട്ട് ആലുവയ്ക്ക് പോകണം എന്ന് പറഞ്ഞു. ആലുവയിൽ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയായിരുന്നു, പക്ഷെ അവർ അയച്ചില്ലായിരുന്നു. ഞാൻ പൂനെക്ക് പോകുന്നു, കണ്ടിക്ക് പോകുന്നുണ്ട്, ടെസ്റ്റിൻ്റെ റിസൾട്ട് അയച്ചില്ലായിരുന്നു, പേപ്പർ അയച്ചില്ലായിരുന്നു. പിന്നെ റെക്ടർസും പോയി ആലുവയിൽ റെക്ടറോട് പറഞ്ഞു ഇങ്ങനെ ആണെന്ന് പറഞ്ഞു. അതിന് ടെസ്റ്റ് എഴുതി ഞങ്ങൾ വരാൻ പറഞ്ഞു. ആലുവയ്ക്ക് പോയത്. അങ്ങനെയാണ് കർമ്മൽഗിരി സെമിനാരിൽ. അതെ, കർമ്മൽഗിരി പോയത്. കർമ്മൽഗിരിയുടെ ആരംഭഘട്ടമായിരുന്നു. ഞങ്ങൾ 68 or 70 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഒരു ബിൽഡിംഗ് കെട്ടിടത്തിൻ്റെ ഒരു മൂല മാത്രം പണിതായിരുന്നുള്ളൂ, കുറച്ച് പണിതായിരുന്നുള്ളൂ. ഫസ്റ്റ് ഫ്ലോർ കഷ്ടിച്ച് അവിടെ കുറേ അടുത്ത് പണിതായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ക്ലാസ് റൂം ഒരു റൂമേ ഉള്ളൂ. സ്റ്റഡി റൂം ക്ലാസ്സെല്ലാം കൂടെ എടുത്താൽ ഉറങ്ങിക്കിടന്നെല്ലാം കട്ടിലൊന്നും ഉണ്ടായിരുന്നു, നേരത്തെ കിടന്നിരുന്നത്. എന്നാൽ അത്രയും പ്രാരംഭ ദിശയിലായിരുന്നു. പള്ളി കപ്പേള ഉണ്ടായിരുന്നു, അത് ചെറിയ ഒരു റൂം കപ്പേളയായിട്ട് കർമ്മലീരി. തുടർന്ന് ഫിലോസഫിക്ക് ശേഷമാണല്ലോ പിതാവ് ബാനിയത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അവിടുത്തെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പിതാവേ? ഫിലോസഫി
തീരുന്ന അവസരത്തിലാണ് കണ്ടെത്തി പോത്തനാട് പിതാവ് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ റോമിന് ഇനി പോകാൻ പോവുക, അതുകൊണ്ട് തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് വേണ്ട പേപ്പേഴ്സെല്ലാം തയ്യാറാക്കി റോമിന് പോയി. കപ്പലിനാണ് പോയത്. കൊച്ചിയിൽ നിന്നാണ് പോയത്. കൊച്ചിയിൽ നിന്ന് കപ്പൽ അവിടെ കൊണ്ടുവന്ന് നടത്തി. കപ്പലിലോട്ടൊരു പലകയിട്ടിട്ടുണ്ട്. പലകയുടെ ചോട്ടി കയറി കപ്പലിൽ കയറി. കപ്പലിൽ കയറിയപ്പോൾ അതിൻ്റെ അത്ര 1500 ആളുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ പിതാവ് തന്നെയായിരുന്നു പോയത്. അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് ആളുകളുണ്ട്, മലയാളികളെ ഉണ്ടായിരുന്നു, സെമിനാരിക്കാരും കുറച്ച് പേരുണ്ട്, 5-6 പേരുണ്ടായിരുന്നു. ഞങ്ങൾ സെമിനാരിക്കാർ അല്ലാത്ത സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, 2 നേരം കണ്ടുണ്ടായിരുന്നു. പിന്നെ അൽമായരോധാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഇവിടെ നിന്ന് കപ്പലിൽ കയറി ഒരു 2 ആഴ്ച കപ്പൽ കടലിക്കടയൊക്കെ പോയി നേപ്പിൾസിൽ ചെന്നു. പിന്നെ അവിടെ നിന്ന് ട്രെയിനിൽ കയറി റോമിൽ ചെന്നു. റോമിൽ ചെന്ന് ജോസഫാത്ത് കോളേജിൽ താമസം ഉറപ്പിച്ചു. അവിടെ നിന്ന് തന്നെ പഠിക്കാൻ പോയി. അന്ന് പിതാവിൻ്റെ കൂടെ അവിടെ മലബാർ കോളേജിലൊക്കെ ഉണ്ടായിരുന്നവരാണല്ലോ പിന്നീട് നമ്മുടെ വലിയ മറ്റം പിതാവ്, മേലധ്യക്ഷന്മാരായിട്ടുള്ള. അവിടുത്തെ ആ താമസത്തെ കുറിച്ചുള്ള ഓർമ്മകൾ. അവിടെ ഈ യുക്രൈനിയൻ കോളേജായിരുന്നു. യുക്രൈൻകാർക്ക് കമ്മ്യൂണിസ്റ്റുകാർ റഷ്യയിലായിരുന്നുകൊണ്ട് വൊക്കേഷനൊന്നും കുറവായിരുന്നു. അതെല്ലാം കൊണ്ട് വിടാനും പ്രയാസമായിരുന്നു. ഇവിടെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ചുകൊള്ളാൻ പറഞ്ഞു. മലബാർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കോളേജല്ല, കോളേജിൻ്റെതായ കമ്മ്യൂണിറ്റി ആയിട്ട് അവിടെ നിങ്ങളുടെ ഒരു വിങ് നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ 11 പേരുണ്ടായിരുന്നു ആ വിങ്ങിൽ. 11 പേര്. പിന്നെ പ്ലാസഡിച്ചുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ഡയറക്ടറായിട്ട്. പിന്നെ ആദ്യ ഒരു വർഷം ചാവേലേശ്വരുണ്ടായിരുന്നു. പിന്നെ പള്ളിക്കപ്പുറം ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ അവരുടെ നേതൃത്വത്തിൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. കുർബാനയ്ക്ക് ഞങ്ങൾക്ക് ചെറിയ മുറി ഉണ്ടായിരുന്നു. അവിടെ കുർബാന സർവ്വമലബാർ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. പിന്നെ ആ യുക്രൈനിയൻകാരുടെ കുർബാനയ്ക്ക് പോകുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പോയി കൂടും. ആഘോഷ ഹൗസിൽ അവരുടെ കൂടെ പോയി കൂടും. അല്ലെങ്കിൽ ഞങ്ങൾ ആഹാരമൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ്. കുർബാനയ്ക്ക് ചിലപ്പോൾ അവരുടെ കൂടെ പോയി കൊടുത്തിരുന്നു. പിതാവ് ഫിലോസഫി ആയിരുന്നപ്പോഴാണല്ലോ എറണാകുളം അതിരൂപത വിഭജിച്ച് കോതമംഗലത്ത് പുതിയ രൂപത വരുന്നത്. പുതുതായിട്ട് പ്രഖ്യാപനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഓർമ്മകൾ? കോതമംഗലം രൂപതയായിട്ട് പ്രഖ്യാപനം ഞാൻ കൃത്യം ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രഖ്യാപനം എങ്കിലും പിതാവിൻ്റെ സ്ഥാനാരോഹണം ഓർക്കുന്നുണ്ട്. അത് കത്തീഡ്രലിൻ്റെ മുൻവശത്ത് വെച്ച് കത്തീഡ്രലായിരുന്നു, കുർബാന ഉണ്ടായിരുന്നു. അതിന് മുൻവശത്താണ് പ്രഖ്യാപനം നടത്തി. പ്രഖ്യാപനം നടന്നത് മോൺസിഞ്ഞോർ ഗോർഡൻ എന്ന് പറഞ്ഞിട്ട് അന്ന് ന്യൂൻഷ്യോ ഇല്ലായിരുന്നു. ന്യൂൻഷ്യോയ്ക്ക് പകരം ചാർജ് ഡി അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഒരാളായിരുന്നു. മോൺസിഞ്ഞോർ ആയിരുന്നു, മോൺസിഞ്ഞോർ ഗോർഡൻ. അങ്ങേരാ വന്ന് പ്രഖ്യാപിക്കാൻ വന്നത്. ഇനി പാറക്കാട്ട് പിതാവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കത്തീഡ്രലിൽ വെച്ചാണ് പ്രഖ്യാപനം നടത്തിയത്. കുർബാന ഉണ്ടായത്. കുർബാന കഴിഞ്ഞാൽ പ്രഖ്യാപനം നടത്തിയത്. ശേഷം സ്ഥാനാരോഹണമായിട്ടുണ്ടായിരുന്നു പിതാവ്. പിതാവ് തിയോളജി BTH പഠനശേഷം ബൈബിളിൽ ആണല്ലോ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. പിതാവ് ഏത് മേഖലയിലൊക്കെയാണ് പഠനങ്ങൾ? ഞാനിങ്ങനെ അന്ന് പഠിച്ചപ്പോൾ അന്ന് സിനഡല്ല, വത്തിക്കാൻ സുനോദ് തുറന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അന്നേരം പോത്തനാട് പിതാവ് വിളിച്ച് പറഞ്ഞ് പോയി ബൈബിൾ പഠിച്ചോളാൻ പറഞ്ഞു. പടിഞ്ഞാറേക്കുരച്ചൻ അച്ഛനോട് കഴിഞ്ഞ് പോയി ക്യാനലിൽ പഠിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇഷ്ടം അങ്ങോട്ട് പഠിച്ചോളാൻ പറഞ്ഞു. ഞാനും പോയി പഠിച്ചു, അത്രയേ ഉള്ളൂ. പഠിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടെ 2 കൊല്ലം ലൈസൻഷിയേറ്റിന് വേണ്ടത്. പിന്നെ 1 കൊല്ലം ഡോക്ടറേറ്റിന് വേണം. ഞാൻ 3 കൊല്ലം പഠിച്ചു. അടുത്ത സർവ്വ കോഴ്സും പൂർത്തിയാക്കി. പരീക്ഷ അതേ സമയത്ത് തന്നെ ഗ്രിഗോരിയനിൽ പോയി ഞാനൊരു കാര്യം ചെയ്തു. അവിടുത്തെ ഡോക്ടറേറ്റ് ഫൈനൽ ഇയർ ചെയ്യണം. അതും അവിടെ ചെയ്തു. അപ്പോൾ അന്നേരം അവിടുത്തെ ഡോക്ടറൽ തീസ് അവിടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വേഗം പോരാൻ പറ്റും. അങ്ങനെ ബിബ്ലിക്കൽ അവിടുത്തെ പ്രൊഫസറുടെ കൂട്ടത്തിൽ ഡൊണാസിയൻ മുള്ള എന്നൊരു പ്രൊഫസറായിരുന്നു. ഫ്രഞ്ചുകാരനാണ്. വലിയ ബൈബിൾ സ്കോളറാണ്. ഇതിൻ്റെ കൂട്ടി ഞാൻ ബിബ്ലിക്കലിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ തന്നെ ഇവിടെ തീസിൻ്റെ വിഷയമെല്ലാം കൊടുത്ത് പഠിക്കാനായിട്ട് തുടങ്ങി കുറേശ്ശെ. അപ്പോൾ ബിബ്ലിക്കലിലൂടെ ഞാൻ 2 കൊല്ലം ലൈസൻസ് 1 കൊല്ലം അഡീഷണൽ കോഴ്സോടെ ചെയ്തു. കോഴ്സ് ഡോക്ടറേറ്റിനുള്ള കോഴ്സാണ്. ആ കോഴ്സ് തീർത്തപ്പോഴത്തേക്കും ഈ ഗിരികോയിലെ എൻ്റെ ഡോക്ടർ തീസാണ്ട് ശരിയായി, കുറേയൊക്കെ ശരിയാണമായിരുന്നു. ബാക്കിയുടെ ഞാനവിടെ 1 കൊല്ലോടെ എടുത്ത് തീർത്തു. പിതാവിൻ്റെ പൗരോഹിത്യ സ്വീകരണ ദിനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ? പൗരോഹിത്യ സ്വീകരണം 1961 ഒക്ടോബർ മാസം 18-ാം തീയതിയാണ് കാവുകാട്ട് പിതാവ് വട്ടം തന്നത്. കാവുകാട്ട് വട്ടം തന്നെ കാരണം ചോദിച്ചാൽ അന്ന് കാവുകാട്ട് പിതായി ഇവിടെ വത്തിക്കാൻ സുനോദോസിലൊരു പെരിറ്റി എക്സ്പെർട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞ് പെട്ടെന്ന് തരാമെന്ന് ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന് നിന്നു. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. ഇല്ല, ഒരാൾ ഒരു 4 മാസം കഴിഞ്ഞ് മരിച്ചുപോയി. ബാക്കിയുടെ ഒരു 6 പേരുണ്ടായിരുന്നു.
അപ്പോൾ 6 പേരിൽ ഞാൻ മാത്രമേ മിച്ചമുള്ളൂ, എല്ലാവരും മരിച്ചു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ സീനിയേഴ്സായിട്ട് 3 പേരുണ്ടായിരുന്നു. അവർ 3 പേരും മരിച്ചുപോയി. 4 പേരുണ്ടായിരുന്നു. ഒരാൾ സെക്കൻഡ് ഇയർ തിയോളജി, അങ്ങനെ ആദ്യം മരിച്ചു. പിന്നെ വേറെ 3 പേര് ഫസ്റ്റ് ഇയർ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഫസ്റ്റ് ഇയർ തിയോളജി, അവർ 3 പേരും മരിച്ചു. പിന്നെ ഞങ്ങൾ ഒരു 7 പേരുണ്ടായിരുന്നു. ഒരാൾ ആ വർഷം തന്നെ മരിച്ചു. ബാക്കി 6 പേരും. ഇതിൽ ഞാൻ മാത്രം മിച്ചമുള്ളൂ. 11 പേരായിരുന്നു അവിടെ ഈ മലബാർ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. 11 പേരിൽ ഒരാളൊരു ചിലരും മരിച്ചു.